അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. UA ദുബായ് സ്റ്റുഡിയോയിൽ നിന്ന് നമ്മോടൊപ്പമുള്ളത് ഷാനു, സാരിഫ്, ഷൗൽ അഹമ്മദ് എന്നീ പ്രമുഖരാണ്. ഇന്ന് ചില റിയാക്ഷൻ വീഡിയോസാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ ചേർല പോലെ തന്നെ സി രവിചന്ദ്രൻ്റെ ഒരു വീഡിയോ ആണ്. പരിണാമവുമായി ബന്ധപ്പെട്ട് സ്ഥിരം വേട്ടമാർഗം അതെ എക്സാക്ട്ലി പരിണാമവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശം. എനിക്ക് തോന്നുന്നു പോപ്പ് അദ്ദേഹം പരിണാമത്തെ അംഗീകരിച്ചിട്ട് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് സി രവിചന്ദ്രൻ നടത്തിയ ഒരു കമന്റാണ്. ഒന്ന് പ്ലേ ചെയ്യാം. ചുമ്മാതെ പരിണാമത്തിൽ വിശ്വസിച്ചു എന്ന് ഇദ്ദേഹം പറഞ്ഞു. വിശ്വസിക്കാതെ എന്ത് ചെയ്യും? ഒരുമാതിരിയൊക്കെ ബോധ്യമുള്ളവർക്ക് ഇത് വിശ്വസിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മല പോലുള്ള തെളിവുകളുണ്ട്. അല്ലാതെ പരിണാമത്തിൽ വിശ്വസിക്കാതെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രമാത്രം മാറ്റമുണ്ട്. പോപ്പ് തന്നെ സമ്മതിച്ചു എന്ന് പറയുന്നത്. അപ്പം പരിണാമത്തിൽ വിശ്വസിക്കുന്നത് പറയുന്നത് അങ്ങയുടെ ഒരു ഔദാര്യമേ അല്ല, അങ്ങക്ക് വേറെ മാർഗമില്ല. നിങ്ങളെ പോലുള്ള പുരോഹിതന്മാർ എന്നാണ് ഈ പരിണാമത്തിൽ വിശ്വസിച്ചു തുടങ്ങിയത്? അപ്പൊ അതുകൊണ്ട് ഒരു ഔദാര്യമായിട്ടോ താങ്കളുടെ ഒരു മഹത്വമായിട്ടോ ഞാനത് കാണുന്നില്ല. മറിച്ച് താങ്കൾ യുക്തിപൂർവ്വം നോക്കുമ്പോൾ താങ്കൾക്ക് അതല്ലാതെ വേറെ വഴിയില്ല. താങ്കൾ പുറത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്, അവർ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ there is no other options. That's why. ഇത് സി രവിചന്ദ്രൻ അദ്ദേഹം പരിണാമം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് സാധാരണ പറയാറില്ല, ഫയൽവാൻ ജയിച്ച എന്ന് പറയുന്ന രൂപത്തിൽ ഭയങ്കര ഒരു ആഹ്ലാദപ്രകടനം നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ സയൻസും ഇദ്ദേഹമുള്ള നവനാസ്തികതയും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു മതവിശ്വാസി ആയിക്കൊണ്ടുള്ള ഒരാൾ പരിണാമത്തെ അംഗീകരിച്ചാൽ അത് ഭയങ്കര എന്തോ ഒരു സംഭവമാണ് എന്ന് പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളെടുത്ത് നോക്കിയാൽ ഒരു 90% സയന്റിസ്റ്റുകളും എസ്പെഷ്യലി എവല്യൂഷണറി ബയോളജിസ്റ്റുകളൊക്കെ മതവിശ്വാസികൾ തന്നെയാണ്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നൊക്കെ കാണാൻ പറ്റും. വളരെ ഈ രവിചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, സയന്റിസ്റ്റുകൾ അധികവും മതവിശ്വാസികളാണ്. പിന്നെ എന്താണ്, പിന്നെ മറ്റു ലിറ്ററേച്ചർ കഥ എഴുതുന്ന ഭാവന ഒക്കെ ഉള്ള ആളുകളാണ് ശരിക്കും പറഞ്ഞ എത്തിസ്റ്റുകള്. അതായത് സയന്റിസ്റ്റുകളൊക്കെ സങ്കല്പങ്ങൾക്ക് പിന്നാലെ പോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ. എന്നാൽ യാഥാർത്ഥ്യവും സയൻസും കൂടുതൽ പഠിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾ കൂടുതലും എന്താണ് വിശ്വാസികളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സയൻസിസ്റ്റുകൾ അധികവും മതവിശ്വാസികൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനിയിപ്പം പരിണാമം എടുത്ത് നോക്കിയാൽ തന്നെ ഓക്കെ, ഒരാൾ പരിണാമം അംഗീകരിച്ചാൽ അതെന്താ പ്രശ്നം? അത് മതവിശ്വാസത്തിനെതിരാവുന്നത് എങ്ങനെ? അതൊരു സയൻസ് എന്താണ്, മതം എന്താണ് എന്ന് കൃത്യമായി രവിചന്ദ്രൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, പരിണാമവാദം കൊണ്ടുവന്ന ഈ ഡാർവിനിയൻ സിദ്ധാന്തം കൊണ്ടുവന്ന ചാൾസ് ഡാർവിൻ, അദ്ദേഹം ഒരു മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പാതിരാവാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അദ്ദേഹം അവസാന നാളുകളിൽ അദ്ദേഹം ഒരു ഡെയിസ്റ്റിക് ഗോഡിൽ വിശ്വസിച്ച ഒരാളായിരുന്നു. അദ്ദേഹം ഒരിക്കലും നിരീശ്വരവാദി ആയിരുന്നില്ല, പരിണാമവാദത്തിന്റെ അജ്ഞാതമായിട്ടുള്ള ആള്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പരിണാമവാദം സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്തൊരു പ്രശ്നമുണ്ട്. കാരണം അതിനെ രണ്ടായി കാണുന്നിടത്തൊരു പ്രശ്നമുണ്ട്. കാരണം ഒരാൾ പരിണാമം പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്യന്തികമായി സത്യമെന്ന് പറയുന്ന പ്രമാണങ്ങൾ തന്നെയാണ്. അപ്പം അതിൽ പരിണാമവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ അതിലെന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? അപ്പോൾ ആദം നബി ഒരു സ്പെഷ്യൽ ക്രിയേഷൻ ആയിട്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് തന്നെയാണ് ആത്യന്തികമായി ശരി എന്നുള്ളത്. പിന്നെ പരിണാമവാദം സയൻസ് പറയുന്നതൊക്കെ മറ്റുള്ള ജീവജാലങ്ങൾ പരിണാമപരമായി രൂപപ്പെട്ടതാണെങ്കിൽ, സയൻസിന് അങ്ങനത്തെ തെളിവുകൾ ഉണ്ടെങ്കിൽ, സയൻസിന് പൂർണ്ണമായും ഒരു കാര്യം തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അതെങ്ങനെ ഒരു മതവിശ്വാസത്തെ ബാധിക്കുക എന്നുള്ളതാണ് നമുക്കൊരു പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ പ്രമാണം, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ദൈവത്തിന്റെ വേർഡ്സ് ആണ്, ദൈവത്തിന്റെ വാക്കുകളാണ്. സയൻസ് എന്ന് പറയുന്നത് അതേ ദൈവത്തിന്റെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ കൃത്യമായി ഒരു സെർട്ടൻ ആണ്, അത് ഒരിക്കലും മാറ്റില്ലാതെ തുടരുന്ന ഒന്നാണ്. അതേ സ്ഥാനത്ത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകൾ അത് മാറാം, നമ്മുടെ കഴിവിനും ബുദ്ധിക്കും അനുസരിച്ച് മാറാം. ഇപ്പം ഒരു 75 കൊല്ലം മുമ്പുള്ള അറിവല്ല നമുക്ക് ഇപ്പോൾ ഉള്ളത്. എസ്പെഷ്യലി നമ്മളിപ്പം സാധാരണ പറയാറുണ്ട് ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഒക്കെ പറയാറുണ്ട്. അന്നൊരു വലിയ ശാസ്ത്രീയ സത്യമായിരുന്നു അത്. അതൊക്കെ മാറി, അവിടെ നിന്നൊക്കെ സയൻസ് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ സയൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. അതായത് ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങൾ ഒരിക്കലും മാറാത്തതാണ്. അപ്പം ഒരാള് ദൈവവിശ്വാസി കൊണ്ട് തന്നെ പരിണാമത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും ഒരു കോൺട്രഡിക്ഷൻ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നിരീശ്വരവാദിക്ക് സയൻസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ സയൻസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ നിരീശ്വരവാദം മാറ്റി വെച്ചിട്ട് വിശ്വാസിയുടെ കുപ്പായം ഇട്ടിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളതാണ്. കാരണം ഒരു വ്യവസ്ഥയുണ്ട്, ദൈവം സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് സയൻസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ അത്തരം വ്യവസ്ഥകളൊന്നുമില്ല, എല്ലാം യാദൃശികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സംഭവിച്ചതെല്ലാം യാദൃശികമാണ്, നാളെ യാദൃശികമായി എന്തും സംഭവിക്കാം. സ്വാഭാവികമായി അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയൻസ് തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം സയൻസ് ബേസിക്കലി പ്രഡിക്ഷനും ഇൻഫറൻസും ഒക്കെയാണ് ചെയ്യുന്നത്. ഈ പ്രഡിക്ഷന്റെ കാര്യത്തിൽ നമ്മുടെ പ്രസന്റ് ഡാറ്റയിൽ നിന്ന് പാസ്റ്റിനെ നമ്മൾ അസ്യൂം ചെയ്യണം. ഈ പറഞ്ഞതുപോലെ പ്രസന്റിൽ എന്താണ് സംഭവിക്കുന്നത് ആ ഒരു മെത്തേഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റെഗുലർ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് ആണ് ഈ പറയുന്ന നിയമങ്ങൾ, എവല്യൂഷൻ, ഇതെല്ലാം തന്നെ നിലവിലെ ഡാറ്റയിൽ നിന്ന് നടക്കുന്ന അസംഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ
അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം പ്രോബബിലിസ്റ്റിക് റീസൺ ആണ്, അതല്ലാതെ ഒരു സെർട്ടൈൻ റീസണിങ് അല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതി ഓഫ് കോഴ്സ് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത് വലിയൊരു പ്രശ്നമായിരിക്കും. അല്ല, ഇത് വിഷയം എന്താ വെച്ചാൽ നിരീശ്വരവാദ പ്രകാരം പ്രോബബിലിസ്റ്റിക് റീസൺ പോലും യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ദൈവം ഇതെല്ലാം ഒരു ഓർഡറിൽ, ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ, അല്ലെങ്കിൽ ഒരു കൃത്യമായ വ്യവസ്ഥയോടെ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഓക്കെ പ്രസന്റിൽ ഇങ്ങനെയാണെങ്കിൽ പാസ്റ്റിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഇൻഫറൻസ് പ്രോബബിലിസ്റ്റിക് പോലും ആവുള്ളൂ. കാരണം ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല, എല്ലാം യാദൃശ്യമായി സംഭവിച്ചതാണ്. അപ്പൊ ഇന്ന് സംഭവിക്കുന്ന ആവണം ഇന്നലെ സംഭവിച്ചതെന്ന് യാതൊരു നിർബന്ധവുമില്ല, അത് തന്നെയാണോ നാളെ സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈവൻ പ്രോബബിലിസ്റ്റിക് ആയിട്ട് പോലും അവർക്ക് ഇൻഫർ ചെയ്യാൻ കഴിയില്ല ഒരു ഈശ്വരവിശ്വാസിയുടെ കുപ്പായം ഇട്ടിട്ടല്ലാതെ എന്നുള്ളതാണ്. ബാസിലിസിനെ കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഇവിടുന്ന് ഈ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെ. ഈ പെയിന്റിങ്ങിന്റെ ഉദാഹരണം, ഒരാൾ പെയിന്റിങ് നടത്തി, അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അതിന്റെ അർത്ഥം കണ്ടെത്തണം. ഇയാൾ എന്താണ് ഈ പെയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് ഇതിന്റെ പിന്നിൽ എന്താണ് അർത്ഥം. അതേപോലെ ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വ്യവസ്ഥകളും ഇതിന്റെ നിയമങ്ങളും ഒക്കെ പഠിക്കുന്നതിൽ ഒരർത്ഥമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഒരു ക്യാൻവാസിലേക്ക് കുറെ മഷി ഒരാള് റാൻഡമായിട്ട് എറിഞ്ഞു വിട്ടാൽ അതിന്റെ പിന്നിൽ അർത്ഥം നേടിപ്പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഇതേപോലെയാണ് നിരീശ്വരവാദികൾ സയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല വേറെയും ഇഷ്യൂസ് നമ്മൾ പറയാറുണ്ട്, എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസം എന്ന് പറയുന്നത്. അതായത് എവല്യൂഷനിൽ വിശ്വസിക്കുന്ന, എവല്യൂഷനിലും നിരീശ്വരവാദത്തിലും ഒരുമിച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് തന്റെ യുക്തിയെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. യുക്തി ഉപയോഗിച്ചിട്ടാണല്ലോ സയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വന്തം യുക്തി പോലും റിലയബിൾ ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയിലേക്ക് നിരീശ്വരവാദവും ഈ എവല്യൂഷനും രണ്ടും ഒരുമിച്ച് വിശ്വസിക്കുന്നതിലൂടെ ഒരാൾക്ക് എത്തിച്ചേരേണ്ടി വരും. അപ്പം സ്വന്തം യുക്തി പോലും ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല അയാൾ നിരീശ്വരവാദിയാണെങ്കിൽ. അപ്പൊ അവിടെയൊക്കെ ആൾ എന്താ ചെയ്യേണ്ടത്, ഈശ്വരവിശ്വാസിയുടെ ഒരു കുപ്പായം ഇട്ടിട്ട് മാത്രമാണ്. ശരിയാണ്, അഫ്കോഴ്സ് ഒരു നിരീശ്വരവാദിക്ക് സയൻസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ അവന്റെ നിരീശ്വരവാദം മാറ്റിവെച്ച് സയൻസിന്റെ വിശ്വാസിയുടെ കുപ്പായം ഇട്ടിട്ടല്ലാതെ അവന് ഈ പറയുന്ന സയൻസും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ റാഷണലി ചെയ്യാൻ കഴിയില്ല. അത് കുറച്ചു നേരത്തേക്ക് മാറ്റി അവനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യണം. അതായത് ഞാനൊരു നിരീശ്വരവാദിയാണ്, ഇതൊന്നും എന്റെ ലോകവിശ്വാസത്തിൽ ഇതൊന്നും യുക്തിക്ക് നിരക്കില്ല, അല്ലെങ്കിൽ എന്റെ യുക്തി പോലും റിലയബിൾ അല്ല, അപ്പൊ യുക്തി വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്ന വസ്തുത മാറ്റിവെച്ചുകൊണ്ട്, അതൊക്കെ മറന്നിട്ട്, അതൊക്കെ താൽക്കാലികമായി ഓർക്കാതിരുന്നിട്ട് വേണം അവന് സയൻസ് ചെയ്യാനെന്നുള്ളതാണ് അവന്റെ ദയനീയമായ അവസ്ഥ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഈ പണ്ട് കാലത്തെ നിരീശ്വരവാദികൾ അന്ന് കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ് ഈ കോൺഫ്ലിക്ട് തീസിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഈ റിലീജിയനും സയൻസും തമ്മിൽ എന്തൊരു യുദ്ധം നടക്കുകയാണെന്നുള്ള ഒരു സിനാരിയോ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചിരുന്നത്. അതായത് എത്തിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് സയന്റിഫിക് ഹിസ്റ്ററിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം അതൊക്കെ റിജക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് രണ്ട് മേഖലയാണെന്നുള്ളതാണ് അവരുടെ ഈവൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആയിട്ടുള്ള ജോൺ ജെ ഗുഡ് എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റ് ഉണ്ട്, പാലിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി പോലും പ്രപ്പോസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ നോൺ ഓവർലാപ്പിംഗ് മജസ്റ്റീരിയ എന്ന് പറയുന്നത്. അതായത് അത് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു മേഖലയാണ്, ഒരു മജസ്റ്റീരിയാണ്. സയൻസ് എന്ന് പറയുന്നത് മറ്റൊരു മജസ്റ്റീരിയാണ്. ഇത് രണ്ടും നമ്മൾ ഓവർലാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഫാക്ട് വേഴ്സസ് വാല്യൂസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും റിലീജിയനും സയൻസും രണ്ടും ഒരേപോലെ നിലനിൽക്കുന്നുണ്ട്. അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സംഭവമാണ്, ഒരിക്കലും എക്സ്ക്ലൂസീവ് സംഭവമല്ല. അപ്പം ഇവിടെ രവിചന്ദ്രന് വേറെ വഴിയില്ല. ഏതിയസ് സപ്പോർട്ട് ചെയ്യണമെന്നെങ്കിൽ സയൻസ് എന്തോ ഏതിയസിന്റെ സാധനമാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് നടക്കുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് ഇതെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ഇവര് സയൻസിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്, നിരീശ്വരവാദികൾ സയൻസിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്, സയൻസ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരെ കൊന്നു തള്ളിയ ആളുകളാണ് നിരീശ്വരവാദികൾ. അവർക്ക് അവരുടെ നിരീശ്വരവാദത്തിന് ചില നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് സയൻസിൽ എടുക്കാൻ തുടങ്ങിയത്. അവരാണ് ഇപ്പം വിശ്വാസികളോട് സയൻസ് പറയാൻ വന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഇപ്പോൾ ഈ ആരംഭ സമയം മുതൽ തന്നെ രവിചന്ദ്രനേക്ക് നോക്കിക്കഴിഞ്ഞാൽ രവിചന്ദ്രന്റെ ഒരു അദ്ദേഹം സ്വയം കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, എവല്യൂഷൻ എങ്ങനെയെങ്കിലും സ്ഥാപിതമാകുന്നത് കൊണ്ട് എത്തീസം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, അതൊരു ഫൈനൽ ആൻസർ ആയി എന്നുള്ളൊരു വിദ്യാധാരണ അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഡാർവിന്റെ കേസൊക്കെ വളരെ ചെറുതാണ്. കാരണം ഡാർവിനേക്കാൾ പിന്നീട് സയൻസ് ഒരുപാട് അങ്ങ് വികസിച്ചു. ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിസ് കോളിൻസ്, പിന്നെ ഹ്യൂമൻ ജീനോം പ്രൊജക്ടിന്റെ പ്രധാനപ്പെട്ട മേധാവിയാണ്. അതായത് ഈ പറയുന്ന ജീനോമിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് ഇഴകി പരിശോധിക്കുന്ന വ്യക്തി പോലും അദ്ദേഹം, എനിക്ക് തോന്നുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ദി ലാംഗ്വേജ് ഓഫ് ഗോഡ് എന്നുള്ള പേരിൽ. അതായത് അദ്ദേഹം ഒരു ഫേം ബിലീവർ ആവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അത്രമാത്രം ഡീപ്പായി ഇറങ്ങുന്ന ആളുകളെ പോലും ദൈവത്തിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവല്യൂഷൻ ഒന്നും ഒരിക്കലും തന്നെ ഈ പറയുന്ന ഫണ്ടമെന്റൽ ക്വസ്റ്റ്യന് ആൻസർ ആകുന്നില്ല. അപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു പുസ്തകം ഇരിക്കുന്നത് കാണുന്നു, വൈ ദിസ് ബുക്ക് എക്സിസ്റ്റ് എന്ന് ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയണത് ഇത് മറ്റൊരു ബുക്കിൽ നിന്ന് കോപ്പി എടുക്കപ്പെട്ടത് മാത്രമാണെന്നാണ്. അപ്പം
എക്സാക്ട്ലി അവിടെ ഒരു ആൻസർ ഉണ്ടാകുന്നില്ല. കാരണം എന്തുകൊണ്ട് ഈ ബുക്ക് നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യത്തെ ഒന്ന് പിറകിലോട്ട് മറ്റൊരു ബുക്കിലേക്ക് ആ വ്യക്തി മാറ്റി വെച്ചേ ഉള്ളൂ. ആ ബുക്ക് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അതേപടി അവിടെ ഉണ്ട്. ഈ പറയുന്നത് പോലെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഇസ് എ ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരിക്കലും തന്നെ ഒരു കാപ്പി ചേഞ്ച് ആയിട്ട് പിന്നെ നമ്മൾ നേരത്തെ കുടിച്ച ഒരു മട്ടൻ സൂപ്പായി മാറൂല. അതെപ്പോഴും തന്നെ എന്തായിട്ട് മാറുള്ളൂ, ഒരു തണുത്ത കോഫി ആയിട്ടേ മാറുള്ളൂ. അതിനകത്ത് ഓൾറെഡി ഉള്ള ഒന്നിന്റെ ആക്ച്വലൈസേഷൻ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇപ്പൊ ഒന്ന് ആലോചിക്കുക, ഇപ്പൊ എത്തിസ്റ്റിക് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ എവല്യൂഷണറിലി ഉണ്ടായി വന്നിട്ടുള്ള ഒന്നാണ്. ഒരു എത്തിസ്റ്റിനും തർക്കം ഉണ്ടാവില്ല. ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്, വളരെ കോംപ്ലക്സ് ആണ്, വളരെ ഹൈലി ഡിസൈൻഡ് ആണ്. ഈ കാണുന്ന ഹൈലി ഡിസൈൻഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളെ പോലും ഡിസൈൻ ചെയ്യാൻ മാത്രം കാപ്പബിലിറ്റി ഉള്ളതാണ് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അത്രയും ഡിസൈൻഡ് ആയിട്ടുള്ള ബ്രെയിന് ചേഞ്ചിലൂടെയാണ് ഉണ്ടായി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലൈസേഷൻ ഓഫ് ദി പൊട്ടൻഷ്യാലിറ്റി ആണ്. ഓൾറെഡി ഉള്ള ഒന്നിന്റെ ആ ഒരു പൊട്ടൻഷ്യാലിറ്റിയുടെ ആക്ച്വലൈസേഷൻ ആണ്. ഇത് ചേഞ്ചിലൂടെ മാത്രം സംഭവിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഹൈലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും തന്നെ ചുമ്മാ ഒരു ഒരു കാപ്പിയിൽ നിന്ന് ഒരിക്കലും ഒരു ആട്ടിൻ സൂപ്പ് ഉണ്ടാവാത്തത് പോലെ തന്നെ ഒട്ടും ഡിസൈൻഡ് അല്ലാത്ത, ഒട്ടും സ്ട്രക്ചേർഡ് അല്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരിക്കലും ഇത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ അൾട്ടിമേറ്റ്ലി എവല്യൂഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈവൻ എവല്യൂഷൻ വഴി പോലും ഹ്യൂമൻ ബ്രെയിൻ പോലുള്ള ഒരു കാര്യം ഉണ്ടാവുള്ളൂ. സോ ഇറ്റ്സ് ഒരിക്കലും ആൻസർ ചെയ്യുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുക്കിന് ഇപ്പൊ രവിചന്ദ്രൻ ചെയ്യുന്ന പണി ശരിക്കും ഇതാണ്, ഒരു ബുക്ക് എടുത്തിട്ട് ഈ ബുക്ക് വേറെ ബുക്കിൽ നിന്ന് കോപ്പി എടുത്താണ്. സോ ദർ ഈസ് നോ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആ ചോദ്യം അവിടെ അവസാനിപ്പിക്കുന്ന വ്യക്തി എത്രത്തോളം മണ്ടനായിരിക്കും, അത്രത്തോളം പരിതാപകരമാണ് രവിചന്ദ്രൻ ഇങ്ങനെ റീസണിങ് ചെയ്യുന്നത്. ആക്ച്വലി എവല്യൂഷൻ ഈ നിരീശ്വരവാദികളുടെ വിഷയം കൂടുതൽ പരിതാപകരമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പം ഈ പറയുന്ന തലച്ചോറ് അത് യാദൃശ്യമായി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ അൺലൈക്ലി ആണ്. പക്ഷെ എവല്യൂഷൻ പ്രോസസ്സ് അതിനേക്കാൾ അൺലൈക്ലി ആണ്. കാരണം എവല്യൂഷൻ പ്രോസസ്സിൽ ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് എന്താണ് ഫംഗ്ഷനിങ് ആയിട്ടുള്ള, കാരണം എവല്യൂഷൻ പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഫംഗ്ഷനിങ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ബ്രെയിനിന് ഒരു പ്രീ മെച്യൂർ സ്റ്റേജ് ഉണ്ട്, അതിനൊരു മുമ്പൊരു സ്റ്റേജ് ഉണ്ട്, അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഒരു ഫംഗ്ഷനിങ് ബ്രെയിൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം വേണം. അപ്പം ലൈക്ക് ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. കാരണം ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാളും ഡിഫിക്കൽട്ടാണ് ആ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോസസ്സ് തന്നെ എല്ലാ സ്റ്റേജിലും അത് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് ഒരു ഡോമിനോ സെറ്റപ്പ് ചെയ്യുന്നത് പോലെ, നമ്മളിപ്പോൾ ഒരു കാര്യം തട്ടുമ്പോൾ അത് പോയി വേറൊന്നിനെ തട്ടി അങ്ങനെ ഒരു ഡോമിനോ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അത് കൂടുതൽ സങ്കീർണമായിരിക്കണം. കാരണം ഇനീഷ്യൽ സ്റ്റേറ്റ് അത്രയും സങ്കീർണമായിട്ട് ഉണ്ടാക്കണം, അവിടെയുള്ള നിയമവ്യവസ്ഥകൾ അത്രയും സങ്കീർണമായിട്ട് ഉണ്ടാക്കണം, അങ്ങനെ അത്രയും പ്രിസൈസ് ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. സോ ഇറ്റ്സ് എവല്യൂഷനിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു ഡിസൈനർ വേണം എന്ന ആവശ്യത്തെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്താനുള്ള ഓരോ സ്റ്റേജും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവേണ്ടത്. അപ്പം അത്രയും കോംപ്ലക്സ് ആയിരിക്കണം. മാത്രമല്ല ഇതിലേ പിന്നെ രവിചന്ദ്ര പറയുന്നുണ്ടല്ലോ, പുരോഹിതന്മാർ വരെ എവല്യൂഷൻ വിശ്വസിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ജെനറ്റിക്സ് തുടങ്ങി വെച്ചത് ഒരു പുരോഹിതനാണ്, ഗ്രിഗർ മെന്റൽ. അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനായിരുന്നു, അദ്ദേഹമാണ് തുടങ്ങി വെച്ചതെന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. രണ്ടാമത്തത് നേരത്തെ പിന്നെ ഷാനു പറഞ്ഞ പോലെ തന്നെ, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ അധികവും വിശ്വാസികളാണ് എന്നുള്ളത്. ഇപ്പോൾ ശാസ്ത്രലോകത്ത് സെക്കുലർ ആയിട്ടുള്ള എത്തിസ്റ്റുകളായിട്ടുള്ള സയന്റിസ്റ്റുകൾ വരെ, എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ വരെ പലരും ഈ ഇതിന് മെക്കാനിസം ക്വസ്റ്റ്യൻ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം സയൻസ് അങ്ങനെ തന്നെ വളരുക, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ഇതിന് പല മെക്കാനിസത്തെയും ക്വസ്റ്റ്യൻ ചെയ്ത് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർമീഡിയറ്റിന്റെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഫുള്ളി ഫംഗ്ഷനിങ് അല്ലാത്തൊരു ഇന്റർമീഡിയറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പം സെക്സ് സെൽസ് ഉണ്ടല്ലോ, സെക്സ് സെൽസിന്റെ ഫോർമേഷനിൽ അതെങ്ങനെ സാധ്യമാവാന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഷാവുൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ആ പ്രോസസ്സിൽ ഇപ്പോൾ റാൻഡമായിട്ട് ഇപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന് വേറെ പുസ്തകത്തിൽ കോപ്പി ചെയ്യൽ, ഇപ്പോൾ ഇവർ പറഞ്ഞ റാൻഡം മ്യൂട്ടേഷൻ ആണ്. ഇപ്പോൾ പുതിയ നാച്ചുറൽ വന്ന സ്റ്റഡീസ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഈ മ്യൂട്ടേഷൻ റാൻഡല്ല എന്നുള്ളത്, റാൻഡമായിട്ടല്ല, അതായത് ഒരു ഗൈഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊരു വലിയ പ്രശ്നം എവല്യൂഷൻ എന്താണ് എവല്യൂഷൻ? ബയോളജിക്കൽ എവല്യൂഷനാണ്. അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ജീവികൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ സിംഗിൾ സെൽ എങ്ങനെ ഉണ്ടായി? നേരത്തെ ഷാനു പറഞ്ഞൊരു വലിയൊരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ഇതൊരു സാധ്യമല്ല, ഇതൊരു യാദൃശ്ചികമായിട്ട് ബൈ ചാൻസ് കൊണ്ട് ഇങ്ങനത്തെ ഒരു സിംഗിൾ സെൽ ഉണ്ടാവും സാധ്യമല്ല, ഇമ്പോസിബിൾ ആണ്. കാരണം നമുക്ക് ഇന്ന് അതറിയാം ഒരു സെൽ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നും അതിൽ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ എത്രത്തോളം ജനിതക ഘടകങ്ങൾ ഉണ്ടെന്ന്, ജനറ്റിക് മെറ്റീരിയൽസ് ഉണ്ടെന്നും, അത് ബൈ ചാൻസിൽ എങ്ങനെ ഒരു ഹൈലി സ്ട്രക്ചർഡ് ഫങ്ഷണലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു
ഫോം ചെയ്യില്ല എന്നൊക്കെ നമുക്കെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ എവല്യൂഷൻ പറയുമ്പോൾ ഒരു കെമിക്കൽ എവല്യൂഷൻ ചർച്ചയ്ക്ക് വരും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ലാതെ ഇതൊന്നും സാധ്യമാവില്ല എന്ന് ഒരു വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇതിന് ബേസിക്കലി ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് പറയും. അതായത് ഒരു കാര്യം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഉണ്ടാവണം, അതിന് എല്ലാ പാർട്സും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് ഫങ്ഷനിങ് ആവുള്ളൂ. അപ്പം എവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേജിലും അത് ഫങ്ഷനിങ് ആയിരിക്കണം. കാരണം ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഫങ്ഷനിങ് അല്ല എങ്കിൽ അതൊരിക്കലും നാച്ചുറൽ സെലക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റിന്റ് ആയി പോകും. അതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഫങ്ഷനിങ് ആയിരിക്കണം. ഇപ്പം ഈ ബുക്കിന്റെ വിഷയത്തിൽ ഇപ്പൊ ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കും, ഈ ബുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച് വേറൊരു ബുക്കായി എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഈ ഇന്റർമീഡിയറ്റ് ബുക്സ് എല്ലാം മീനിങ് ആയിരിക്കണം. അത് ചെറിയ ചെറിയ മാറ്റത്തോടെ സംഭവിക്കുമ്പോൾ അർത്ഥം മാറി വേറെ മീനിങ് ഫുൾ ആയിട്ടൊരു അർത്ഥം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ ബുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ആയി മറ്റേതിലേക്ക് പോവുള്ളൂ. ആ ഗ്രാജുവൽ സെലക്ഷൻ ഉണ്ടാവണേ അങ്ങനെ സംഭവിക്കണം. ഇതിന് ബേസിക്കലി ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്നാണ് പറയാം. കാരണം എല്ലാ പാർട്സും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഇത് ഫങ്ഷനിങ് ആവുള്ളൂ. ഇതിലിപ്പോ 2 പാർട്സ് ഇവോൾവ് ആയി വന്നു എന്ന് പറഞ്ഞാൽ അത് പിന്നെ എക്സ്റ്റെൻഡ് ആയി പോകും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യില്ല, എക്സ്റ്റെൻഡ് ആയി പോകും. എല്ലാ പാർട്സും ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രാജുവൽ അല്ല, ഗ്രാജുവലിസം അല്ല. ഗ്രാജുവലിസം ബേസിക്കലി കുറച്ച് പാർട്സ് വരുന്നു, പിന്നെ കുറച്ച് വരുന്നു, പിന്നെ കുറച്ച് വരുന്നു, അങ്ങനെ ഇൻവോൾവ് ചെയ്ത് പോകണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റിക്ക് പ്രശ്നവും. കാരണം കുറച്ച് ഭാഗങ്ങൾ മാത്രമാണെങ്കിൽ അത് ഫങ്ഷനിങ് ആയിരിക്കില്ല, ഫങ്ഷനിങ് ആവാതുകൊണ്ട് തന്നെ അത് എക്സ്റ്റെൻഡ് ആയി പോവുകയും ചെയ്യും. അതാണ് ബേസിക്കലി ഉള്ള പ്രോബ്ലം. ഗ്രാജുവലിസത്തിന്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ആണ് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്നുള്ളത്. ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോഴും ഗ്രാജുവലിസത്തിന് കഴിഞ്ഞിട്ടില്ല, ഗ്രാജുവൽ എവല്യൂഷൻ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഒരിക്കലും എവല്യൂഷൻ തെറ്റാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. എവല്യൂഷൻ നടക്കണമെങ്കിൽ തന്നെ അവനൊരു ഗൈഡ് സംഭവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ തീസ്റ്റിക് എവല്യൂഷൻ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടില്ല. ഇതെനിക്കൊന്ന് വിമർശനമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സാരിഫ് പറഞ്ഞു, കാരണം നമ്മൾ ആദ്യം പറഞ്ഞു പിന്നെ ഒരു വിശ്വാസിക്ക് എവല്യൂഷൻ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസിയാവുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ എവല്യൂഷനെ എന്നെ വിമർശിക്കുന്നു എന്നുള്ളൊരു ആരോപണം വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതൊക്കെ പറഞ്ഞാൽ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഡിസ്കഷനാണ് എവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ എവല്യൂഷൻ നടന്നു എന്ന് വെച്ചാലും അത് ഒരു ദൈവമുണ്ട് എന്നുള്ളതിനെതിരാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ രവിചന്ദ്രനൊക്കെ ഈ ആർഗ്യുമെന്റ് മേക്ക് ചെയ്യുമ്പോൾ പുള്ളിക്ക് കുറച്ച് വിദ്യാധാരണ, അതായത് സയന്റിഫിക് നോളജിന് എല്ലാത്തിനും സെയിം വെയിറ്റേജ് ആണെന്നുള്ള ഒരു ധാരണയിലാണ് ഇവരൊക്കെ സയന്റിഫിക്കലി അങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. സയന്റിഫിക്കലി അങ്ങനെ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് അല്ല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ഒരു സയന്റിഫിക് നോളജ് ആണ്. അതേ സെയിം ലൈക്ക് സയന്റിഫിക് നോളജ് ആണ് ഡാർക്ക് എനർജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഡാർക്ക് എനർജി ഉണ്ട് എന്നുള്ളത് ഒരു സയന്റിഫിക് നോളജ് ആണ്. പക്ഷേ ഇത് രണ്ടും സെയിം വെയിറ്റേജ് ഉള്ളതാണോ, സെയിം റാഷണൽ വെയിറ്റേജ് ഉള്ള സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല. കാരണം എന്താ, ഭൂമി ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് മോർ പ്രോബബിൾ, അല്ലെങ്കിൽ വി ആർ നിയർ ടു സെർട്ടൈൻ ദാറ്റ് നമുക്ക് അതിനുള്ള അത്രയും സ്ട്രോങ്ങർ എവിഡൻസസ് ഉണ്ട്. അതേസമയം ഡാർക്ക് എനർജിയുടെ വിഷയത്തിൽ ഇത്രയും ഈ ഒരു ലെവൽ ഓഫ് എവിഡൻഷ്യൽ സപ്പോർട്ട് ഉണ്ടോ, ഈ ഒരു ലെവൽ ഓഫ് പ്രോബബിലിസ്റ്റിക് റാഷണൽ റീസണിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ലെവൽ ഓഫ് തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്ന റീസണിങ് എന്ന് പറയുന്നത് സെർട്ടേനിറ്റി, അതല്ലെങ്കിൽ സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാക്കല്ല, ഇതിനൊരു പ്രോബബിലിസ്റ്റിക് റേഷ്യോ ഉണ്ട്. ഇവിടെ നമ്മൾ ഡാർക്ക് എനർജിയുടെ പിന്നെ അത് ശരിയായിരിക്കാനുള്ള റേഷ്യോ വളരെ ലോ ആണെന്ന് പറയുമ്പോൾ ഐ മീൻ അതിന്റെ എവിഡൻഷ്യൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന അതിന്റെ അത്രയ്ക്കും സ്ട്രോങ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇനി എവല്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവല്യൂഷൻ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുന്നത് നമ്മുടെ നിലവിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഇതിങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്നുള്ള ഒരു അസംഷനിൽ എത്തുകയാണ്. പക്ഷെ ഈ അസംഷൻ നേരത്തെ ഡാർക്ക് എനർജിയുടെ കേസിൽ പറഞ്ഞതിനേക്കാളും വീക്കറാണ്. നമ്മൾ കാണുന്ന ഒരൊറ്റ ഡാറ്റയിൽ നിന്നും ഈ കാണുന്ന മില്യൺസ് ഓർ ബില്യൺസ് ഓഫ് ഇയേഴ്സ് അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഡോമിനോസ് ഇപ്പോൾ പരസ്പരം സമാന്തരം അടുക്കി വെച്ചിട്ടുള്ള ഒരു ഡോമിനോ തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ വീടുകൊണ്ടിരിക്കുന്ന ഒരു ഡോമിനോ നിര കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും, ഒരു ഡോമിനോ മറ്റൊന്നിന് മുകളിൽ വീഴും, അതിന് മുകളിൽ മറ്റൊന്നിൽ വീഴും. സോ അത് കാണുന്ന അതിന്റെ ഇടയിൽ വെച്ച് അതിനെ കാണുന്ന നമ്മൾ അസ്യൂം ചെയ്യുക ഓഫ് കോഴ്സ് ഇതിന്റെ ഓരോ ഇവന്റുകളും അതിന്റെ പിന്നെ ഇവിടെ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും പിറകിൽ സംഭവിച്ചെന്നുള്ളൊരു എന്താ പറയാ, അത് ഒരു യൂഷ്വലി അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചെന്നുള്ളൊരു റാഷണൽ അസംഷനിലേക്ക് എത്തും. എന്നാൽ ഫണ്ടമെന്റലി അത് അങ്ങനെ ആയിരിക്കും സംഭവിച്ചത്, തീർച്ചയായിട്ടും ആയിരിക്കില്ല. ആദ്യത്തിൽ തുടക്കത്തിൽ ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനെ വീഴ്ത്തിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ തുടക്കത്തിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം. അതേസമയം നമ്മളൊരു ഹൈലി പ്രോബബിൾ അതാണ് എന്നുള്ള ഒരു അസംഷനിൽ നിന്നാണ് പുറകിലേക്ക് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. എന്ന് പറയുന്നത് പോലെ എവല്യൂഷന്റെ കേസിൽ നമ്മളൊരു പ്രോബബിലിസ്റ്റിക് റീസൺ ഇവിടെ കാണുന്ന ഒരു കാര്യത്തിൽ നിന്നും പുറകിലുള്ള കാര്യത്തിനെ അസ്യൂം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ദർ ഈസ് നോ വേ ടു ബിക്കം സെർട്ടൈൻ. നമുക്ക് അങ്ങനെ ഉറപ്പിക്കാനുള്ള മാർഗങ്ങളൊന്നും തന്നെ അല്ല. അപ്പം ഈ ഒരു വെയിറ്റേജ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ സയന്റിഫിക് നോളേജ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പിന്നെ എല്ലാം അങ്ങ് അങ്ങനെ കേൾക്കുമ്പോഴേക്കും എടുക്കേണ്ട ഒരു സാധനം ആണ് എന്ന് ധരിക്കുന്നത് പുള്ളിക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഇവിടെ മെയിനായിട്ട് ഇവർ കൊണ്ടുവരുന്ന ഒരു പോയിന്റ് ആർഗ്യുമെന്റ് അവരുടെ വെച്ചാൽ
നമ്മൾ എവല്യൂഷൻ ദൈവം ഉണ്ടെങ്കിൽ സംഭവിക്കും. പക്ഷെ കുറച്ച് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടല്ലോ അത് നമ്മുടെ റിലീജിയനകത്ത് തന്നെയുള്ള കുറച്ച് മിറക്കുലസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ സയൻസിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ കൊണ്ടുവരുന്ന മെയിൻ ആർഗ്യുമെന്റ്. അപ്പോൾ നമ്മളത് ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഡയറക്ട്ലി ഒരിക്കലും റിലീജിയനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. പക്ഷെ കുറച്ച് മിറക്കുലസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സയൻസിനെതിരെ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പം ഈ ആദം നബി, അള്ളാഹു, ബീബി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചന്ദന പ്രവൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരു ദൈവത്തിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു നാച്ചുറൽ രീതിയിൽ തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകാനും പറ്റും, മിറക്കുലസ് ആയിട്ടുള്ള രീതിയിലും കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഇൻക്ലൂസീവ്നെസ്സിൽ നിന്നാണ് നമുക്ക് അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എവല്യൂഷൻ ഉണ്ടായെന്നോ അല്ലെങ്കിൽ അത് സയൻസിന് എതിരെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെന്നോ എന്നത് വെച്ചിട്ടൊന്നും ഒരിക്കലും അത് ദൈവത്തിനോ റിലീജിയനോ എതിരെ ആവുന്നു എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതെ, സാരിഫ് ഖാൻ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്. എനിക്ക് ഓർമ്മ വന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം പിതാവില്ലാതെ ജനിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെ പിന്നെ ഒരു സയന്റിഫിക് ഡാറ്റ കിട്ടില്ല. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം പിതാവോടെയാണ് ജനിച്ചത് എന്നതിനും യാതൊരു രീതിയിലുള്ള സയന്റിഫിക് ഡാറ്റയും കിട്ടില്ല. സയൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഷാഹുൽ പറഞ്ഞതുപോലെയുള്ള ഈ റെഗുലാരിറ്റിയാണ്. കാരണം നമ്മൾ കാണുന്നതെല്ലാം പിതാവുള്ള ആളുകൾ മാത്രമാണ് കുട്ടി ജനിക്കുന്നുള്ളത്. അതുകൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം അങ്ങനെ ജനിച്ചു എന്നുള്ളത് ആ ഒരു പ്രോബ്ലസ്റ്റിക് അസംഷൻ ആണ് ബേസിക്കലി ഇവിടെ എടുക്കുന്നത്. പക്ഷെ ഒരു മിറാക്കുലസ് ഇവന്റിന് അങ്ങനെ പ്രോബ്ലസ്റ്റിക് അസംഷൻ എന്തില്ല, വർക്കാവില്ല എന്നുള്ളതാണ്. ദൈവത്തിന് രണ്ടും സാധിക്കും എന്നുള്ളതാണ്. മിറാക്കിൾസ് സയന്റിഫിക്കലി തെളിയിക്കാൻ പറ്റിയ പിന്നെ മിറാക്കിൾ അല്ലല്ലോ. അല്ല, അതാണ്. അപ്പൊ അത് മിറാക്കിൾ എന്താണ് എനിക്ക് തോന്നുന്നത്, ഇവർക്ക് ഈ മിറാക്കിൾ എന്താണ്, സയൻസ് എന്താണ്, റിലിജൻ എന്താണെന്ന് അറിയാത്തൊരു പ്രശ്നമുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം അബദ്ധങ്ങള് ഈ രവീന്ദ്ര അടക്കമുള്ള ആളുകളുടെ അടുത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഖുർആനിലെ മറ്റായത്താണ് ഓതുന്നത്. അത് ആദം നബി അലൈഹി ഇസ്ലാം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം പിതാവില്ലാതെ ജനിച്ചു, അതേപോലെ ആദം നബി അലൈഹി ഇസ്ലാമും പിതാവില്ലാതെ ജനിച്ചു. അപ്പം അതൊരു മിറാക്കുലസ് ഈവന്റ് ആണ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അതിനൊരു എവിഡൻസ് ആ രീതിയിൽ ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസ് കാണാൻ കഴിയില്ല. മാത്രമല്ല നമ്മുടെ ഒബ്സർവേഷനിൽ നമ്മൾ കാണുന്നത് എല്ലാവരും പിതാവുള്ളവരാണ്. അപ്പൊ അതിൽ നിന്ന് ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതാണ് കിട്ടുക. ഇതേ വിഷയം തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഈ ഒരു വിഷയത്തിൽ ഇറങ്ങിയ ആയത്തല്ലെങ്കിൽ പോലും ഇറ്റ് മാച്ചസ് പെർഫെക്റ്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു സയന്റിഫിക് തിയറി വെച്ചിട്ട് ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുക എന്നത് കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഇനി ഇവിടെ പറഞ്ഞ പോലെ പരിണാമത്തിന് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് പല എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും അതൊരു ദൈവത്തെ നിരാകരിക്കുന്നില്ല എന്നും എത്തിസത്തിന് തെളിവല്ല എന്നുമാണ്. എത്തിസത്തിനെതിരെയുള്ള തെളിവാണ് താനും എന്നുള്ളതാണ് വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. അതെ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.